കേരളത്തിൻ്റെ വടക്കൻ ജില്ലയായ വയനാടിൻ്റെ ഗോത്ര പാരമ്പര്യം നിലനിർത്തുന്ന ഒട്ടനവധി കുറിച്യ തറവാടുകളുണ്ട്. ഒരു കാലത്ത് കൃഷി പ്രധാന ഉപജീവന മാർഗമായി ആശ്രയിച്ചുകൊണ്ടിരുന്ന കുറിച്യരിന്ന് ആധുനിക ജീവിത രീതിയും പിന്തുടരാൻ ആരംഭിച്ചു. പഴയ കാലത്ത് കാടും മലകളും അരുവികളും പ്രകൃതിയും എല്ലാം ഇവരുടെ ആരാധനയുടെ ഭാഗമായിരുന്നു. എന്നാൽ നിയമങ്ങളും ചട്ടങ്ങളും വന്നപ്പോൾ ഇവർ കാടിറങ്ങേണ്ടി വന്നു. അതോടെ പല ഗോത്രങ്ങളുടെയും ജീവിതത്തെയും സംസ്കാരത്തെയും നല്ലപോലെ ബാധിച്ചു. അതുവരെ ഇവർക്കുണ്ടായിരുന്ന പല ഒത്തൊരുമകളും കൂട്ടായ്മയും കൃഷിരീതിയും ജീവിത രീതിയും എല്ലാം ഇവർക്ക് നഷ്ടമായി തുടങ്ങി. വയനാട് കാട്ടിക്കുളം മാനിവയൽ എന്ന സ്ഥലത്ത് ചരിത്ര പുരാതനവും മലദൈവങ്ങളും കാവുകളും യക്ഷിസങ്കല്പങ്ങളും ഒരുപോലെ തെയ്യംകോലം കെട്ടിയാടുന്ന കാടിനുള്ളിലെ കുറിച്യ തറവാടുണ്ട്. ഇതാണ് മാനിവയൽ തറവാട്. ഈ തറവാട്ടിലെ അംഗങ്ങൾ വർഷം തോറും നടത്തിവരാറുള്ള ഗോത്ര സംസ്കാരമാണ് മാനിവയൽ തിറ. തികച്ചും കാടിനുള്ളിൽ പ്രതിഷ്ഠ നടത്തി ആരാധനാമൂർത്തികളെ പ്രീതിപ്പെടുത്തുന്ന ആചാരമാണ് തിറയും മറ്റും. ഭയവും അത്ഭുതവും ഒരുപോലെ തോന്നിക്കുന്ന കാഴ്ച. കേരളത്തിലെ ഗോത്ര സംസ്കാരത്തെക്കുറിച്ചും ഗോത്ര ജീവിതങ്ങളെക്കുറിച്ചും കൂടുതലറിയാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഇതൊരു ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് പല പാർട്ടുകളായിട്ടാണ് ഇത്തരത്തിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ വീഡിയോ കാണണമെങ്കിൽ ചാനലിൽ പാർട്ട് 1 പാർട്ട് 2 എന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ആളുകൾ മറ്റുള്ള വീഡിയോ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കുറിച്യരുടെ ആചാരാനുഷ്ഠാനങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഒരു വർഷത്തിൽ വിവിധ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവർ നടത്തുന്നത്. കുറിച്യ തറവാടുകൾ 57 ഉണ്ടെങ്കിലും വിവിധ തറവാടുകളുടെ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഒരുപോലെ തന്നെ. മാനിവയൽ തിറയോടനുബന്ധിച്ച് തറവാട്ടിൽ ദൈവത്തിനെ കാണുന്ന ചടങ്ങാണ് നമ്മൾ ഈ കാണുന്നത്. തിറ നടത്തുവാനുള്ള അനുവാദം ചോദിക്കുകയും ഒരു വർഷം കുടുംബാംഗങ്ങൾ നേർച്ച വഴിപാടുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിക്കുന്ന ചടങ്ങുകളാണ് നേർച്ച വഴിപാടായിട്ട് കാണുന്നത്. കുറിച്യരുടെ പ്രധാന ദൈവ ആരാധനാമൂർത്തികളാണ് നെഗല്, തെയ്യം, മലക്കാരി, കരിയാത്തൻ, അതുപോലെ തന്നെ ഭഗവതിയും. മാനിവയൽ തിറ നടക്കുന്നത് കാടിനുള്ളിൽ മലയിൽ വെച്ചാണ്. മലയിലെ എഴുന്നള്ളിച്ച് തിറകക്കഴത്തിൽ എത്തിക്കുന്നത് ഒരു ചടങ്ങാണ്. വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഇവിടെ ദൈവത്തിനെ കാണുന്ന ചടങ്ങ് അല്ലെങ്കിൽ മലയിൽ നിന്ന് എഴുന്നള്ളിക്കൽ ചടങ്ങ് നടക്കുന്നത്. അതിനായി മുൻകൂറായി ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും മറ്റു ആളുകളിൽ നിന്നും അനുവാദം മേടിക്കുകയും ആ സ്ഥലത്തെ പരിസരം ഒന്ന് വൃത്തിയാക്കിയ ശേഷം തികച്ചും പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന രീതിയിലാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യമോ മറ്റ് ഒരു അനാവശ്യ വസ്തുക്കളോ പരിസരത്ത് ഇടാതെ തികച്ചും ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ജാതി വർണ്ണ ഭേദമന്യേ എല്ലാ ആളുകളും ഈ ഒരു ആചാരാനുഷ്ഠാനം കാണാനും ഇവിടെ എത്താറുണ്ട്.
ഇവിടെ തിറ നടക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് ഫോറസ്റ്റിനുള്ളിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആരാധനാമൂർത്തികളെ അതുപോലെ തന്നെ ആൽത്തറകളും ശുദ്ധമാക്കുന്ന ഒരു ചടങ്ങാണ് പുണ്യാഹം തെളിക്കൽ. തറവാട്ടിലെ പ്രധാന ദൈവമായ നഗല് വന്ന് അനുവാദം കൊടുക്കുകയും അവിടെയുള്ള എല്ലാ ആൽത്തറകളും പുണ്യാഹം തെളിച്ച് ശുദ്ധമാക്കുന്നു. പിന്നീട് വിളക്ക് തിരികൊളുത്തിയ ശേഷമാണ് ഇവിടെ മറ്റുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞെങ്കിലും ഈ ഗോത്രാചാരങ്ങൾ കാണുവാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഒട്ടനവധി ഭക്തജനങ്ങളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. കുറിച്യരെ കൂടാതെ മലയരും ഈ ദേശത്തിൻ്റെ അവകാശികളാണ്. വേലക്കാർ എന്നറിയപ്പെടുന്ന ഇവർക്ക് ദക്ഷിണ വെച്ച് ചെണ്ട കൊട്ടുവാനുള്ള അനുവാദവും വേല നടത്തുവാനുള്ള അനുവാദവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നു. തിറ നടത്തുവാനും കഴകം വെള്ളിക്കുവാനുമുള്ള സമയമായി. വന്നു കൂടിയവരോടും കാരണവന്മാരോടും വേലക്കാരോടും മറ്റെല്ലാവരോടും വേല നടത്തുവാനും മഴ നടത്തുവാനുള്ള അനുവാദം ചോദിക്കുന്ന 3 വിളിയാണ് ഈ കാണുന്നത്. ഇതോടുകൂടി ഇവിടെ മലയിൽ എഴുന്നള്ളിക്കലിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല. തുടർന്നു പാർട്ട് 2, പാർട്ട് 3 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും അങ്ങോട്ട് ഒട്ടനവധി ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ അടുത്ത ഇതിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.